കഴിഞ്ഞ മാസം 22-നായിരുന്നു SAT ആശുപത്രിയിൽ ശിവപ്രിയയുടെ പ്രസവം. പിന്നീട് പനി ബാധിച്ച ശിവപ്രിയയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ ശിവപ്രിയയുടെ മരണം. ശിവപ്രിയയ്ക്ക് എല്ലാ ചികിത്സയും നൽകിയെന്നാണ് SAT ആശുപത്രി വിശദീകരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, അപ്പോൾ ഒരു സംഭവം കൂടി, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന് പ്രതിപക്ഷ നേതാവിന് പിന്നാലെ BJPയും ആരോപിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് പ്രതീഷ്? ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം SAT ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രസവ സംബന്ധമായ ചികിത്സയ്ക്കാണ് യുവതി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ എത്തിയത്. അവിടെ അതിനുശേഷം യുവതിക്ക് മരണം സംഭവിക്കുന്നു. ഇതിൽ വലിയ വീഴ്ച ആശുപത്രിക്ക് സംഭവിച്ചു എന്നതാണ് കുടുംബം പറയുന്നത്. ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 22-ാം തീയതിയാണ് ഈ കരിക്കകം സ്വദേശിയായ ശിവപ്രിയയ്ക്ക് ഈ SAT ആശുപത്രിയിൽ പ്രസവം നടന്നത്. പ്രസവശേഷം 25-ാം തീയതി ശിവപ്രിയ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നു. ഈ ഡിസ്ചാർജ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ശിവപ്രിയയ്ക്ക് പനി ഉണ്ടാവുകയും പിറ്റേ ദിവസം വീണ്ടും SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും ശിവപ്രിയയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. തുടർന്ന് SATയിൽ ICUവിൽ ചികിത്സയിലായി. അപ്പോൾ ആരോഗ്യസ്ഥിതി കൂടുതൽ ഗുരുതരമായതോടുകൂടി ഈ SAT ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ശിവപ്രിയയെ മാറ്റി. അവിടെ 13 ദിവസമായി ശിവപ്രിയ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് ശിവപ്രിയയുടെ മരണം സംഭവിച്ചത്. ഇതിൽ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മരണത്തിലേക്ക് നയിച്ചത് അണുബാധയാണ് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അസിനറ്റോബാക്ടർ എന്നുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ശിവപ്രിയയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രികളിൽ നിന്നുണ്ടാകുന്ന അണുബാധയാണ്. അത് SAT ആശുപത്രിയിൽ നിന്നാണ് ശിവപ്രിയയ്ക്ക് കിട്ടിയത് എന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വലിയ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വേണ്ടത്ര പരിചരണം ശിവപ്രിയയ്ക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് ഈ വലിയ നടപടി ഇക്കാര്യത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുടുംബവും മറ്റ് ബന്ധുക്കളും ഈ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ഇപ്പോൾ SAT ആശുപത്രിയുടെ മുന്നിലിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഈ നേരത്തെ ഈ ശിവപ്രിയയുടെ മാസങ്ങൾ മാത്രം പ്രായമായ കുടുംബവും ദിവസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞിനെയും കൊണ്ടുവന്നാണ് ഇവിടെ പ്രതിഷേധിച്ചിരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രതിഷേധിച്ചിരുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചതാണ്. ആശുപത്രി സൂപ്രണ്ട് അല്പസമയത്തിനകം ഇവരുമായി സംസാരിക്കും. ഈ ചർച്ചയിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഈ പ്രതിഷേധം അവസാനിപ്പിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഈ കഴിഞ്ഞ ഏകദേശം 1 മണിക്കൂറിലധികമായി ഇവർ ഇപ്പോൾ ഇവിടെ പ്രതിഷേധത്തിലാണ്. ഇല്ലല്ല, ഈ ഇതില് ശ്രീ ശിവപ്രിയയുടെ ഭർത്താവ് മനുവിന്റെ ആവശ്യം, അവരുടെ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന് 1 ലക്ഷത്തിലധികം രൂപ സർക്കാരിന്റെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യ ചികിത്സ നൽകേണ്ട ഈ ആശുപത്രിക്ക് വേണ്ടി നിന്ന് ചെലവായിരിക്കുന്നു. ഈ 1 ലക്ഷം രൂപയിലധികം ചെലവായിരിക്കുന്നു. രണ്ടാമത്, ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ അന്വേഷണം ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരമായിട്ട് ഈ അന്വേഷണം നടക്കണം. ഇതിന് തൊട്ടു മുൻപുള്ള ദിവസമാണ് കൊല്ലത്തെ വേണുവിന്റെ മരണം നടന്നത്. ഇതിനു മുമ്പും ഈ മെഡിക്കൽ കോളേജിൽ നിരവധി സംഭവങ്ങൾ ഇതുപോലെയുള്ളത് നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ സർക്കാർ അന്വേഷണം നടത്തിയിട്ടുണ്ട്, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ അന്വേഷണത്തിന്റെ ഫലം എന്താണെന്നുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണ സംഘം, സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അല്ല, ആ പ്രത്യേക സംഘം ഈ പറഞ്ഞതാണോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കാർക്കും, ഞങ്ങളാരും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അല്ല അന്വേഷിക്കേണ്ടത്. ഇത് അന്വേഷിക്കേണ്ടത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള 5-അംഗ സംഘമാണ്. അതാണ് ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ സുപ്രീം കോടതി ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് ആരോഗ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി അത് അന്വേഷിക്കണം. അതനുസരിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തെ ആണ് നിയോഗിക്കേണ്ടത്. അതല്ലാത്ത എല്ലാ അന്വേഷണങ്ങളും തൽക്കാലം കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.